എം.ജി. സർവകലാശാല നാനോ സയൻസ് മുൻ ഡയറക്ടർക്കെതിരായ കേസ് റദ്ദാക്കി. നന്ദകുമാർ കളരിക്കലിനെതിരായ കേസാണ് റദ്ദാക്കിയത്. ജാതി വിവേചനം നേരിട്ടുവെന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലായിരുന്നു കേസെടുത്തത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ഏതു സാഹചര്യത്തിൽ കേസ് റദ്ദാക്കി? കൃഷ്ണരാജ്, നാനോ സയൻസ് എം.ജി. സർവകലാശാല നാനോ സയൻസ് മുൻ ഡയറക്ടറായിട്ടുള്ള നന്ദകുമാർ കളരിക്കലിനെതിരെ ജാതി വിവേചനത്തിന്റെ പേരിൽ നേരത്തെ കേസെടുത്തിരുന്നു. ഈ കേസാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി റദ്ദാക്കിയത്. ഗവേഷക വിദ്യാർത്ഥിനിയായിരുന്നു തനിക്ക് നേരെ ജാതി വിവേചനം നടത്തിയെന്നുള്ള പരാതി നൽകിക്കൊണ്ട് മുന്നോട്ട് പോയത്. ഈ പരാതിയിലായിരുന്നു നന്ദകുമാർ കളരിക്കലിനെതിരെ കേസെടുത്തത്. ഈ കേസ് റദ്ദാക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ജാതി വിവേചനം പ്രകടമാകുന്ന പരാമർശങ്ങൾ ഡയറക്ടറായിരുന്ന നന്ദകുമാർ കളരിക്കൽ നടത്തിയതായിട്ട് കണ്ടെത്താനായില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. തുടർന്നാണ് ഈ കേസ് റദ്ദാക്കിയത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നന്ദകുമാർ കളരിക്കലാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. നേരത്തെ ഈ നന്ദകുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഇതേ പരാതിക്കാരി സർവകലാശാലയ്ക്ക് മുന്നിൽ വലിയ രീതിയിൽ സമരം തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തായാലും നന്ദകുമാർ ജാതി വിവേചനത്തിന് ആസ്പദമായിട്ടുള്ള രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. കൃഷ്ണരാജ്, എം.ജി. സർവകലാശാല നാനോ സയൻസ് മുൻ ഡയറക്ടർക്കെതിരായ കേസ് റദ്ദാക്കി. ജാതി വിവേചനം നേരിട്ടുവന്ന ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലായിരുന്നു നന്ദകുമാർ കളരിക്കലിനെതിരെ കേസെടുത്തത്. ആ കേസാണ് ഇപ്പോൾ റദ്ദാക്കിയത്. വിവരങ്ങൾ നൽകുകയായിരുന്നു രേഷ്മ ബാബു.